ശ്രീ എം കെ ഹരിദാസ്, ഇപ്പോൾ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. ഇപ്പോൾ പാണ്ഡ്യാല ഷാജി പറഞ്ഞത്, അതായത് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളെ കൊള്ളില്ല, പിന്നെ എങ്ങനെ വകുപ്പ് നന്നാവുന്നത് എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ജനങ്ങൾ അവർക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കണം, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. നിയമം പാലിക്കേണ്ടവർ ഉണ്ട്, പക്ഷേ അവർ തന്നെ നിയമം കയ്യിലെടുക്കുകയാണ്, നിയമം ദുരുപയോഗം ചെയ്യുകയാണ്. അപ്പോൾ ആരിലാണ് നമ്മളൊക്കെ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ. NCRB കണക്ക് പറഞ്ഞിട്ട് ശ്രീ ബലദേവ് പറഞ്ഞ കാര്യങ്ങളോടുള്ള ഒരു വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീ അനിലിന്റെ ചോദിച്ചതിന് മറുപടി പറയാം. ഈ വെണ്ടക്കായുടെ ചിത്രം വരച്ചിട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ല ശ്രീ ബലദേവ്. വെണ്ടക്കായ തന്നെ മുറിച്ചിട്ടാലേ അതിന് സാമ്പാറാവുള്ളൂ. നമുക്ക് UP-യിൽ അങ്ങനെയാണ്, നാഗാലാൻഡിൽ ഇങ്ങനെയാണ്, മേഘാലയയിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ മറ്റൊന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കാൻ ഇവിടുത്തെ പോലീസിന്റെ ഗതികെട്ട, ഇവിടുത്തെ പോലീസിന്റെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാത്ത പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ചിട്ട് അങ്ങനെ ന്യായീകരിക്കല്ല താങ്കൾ. കാരണം കേരളത്തിലെ ജനങ്ങള് ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്നുള്ളൊരു ക്യാപ്ഷൻ വിശ്വസിച്ചിട്ട് വോട്ട് ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. അല്ലാണ്ട് താങ്കൾ ഈ ചൂണ്ടിക്കാണിച്ച സംസ്ഥാനത്തെ സർക്കാരുകൾക്കല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഈ ഗവൺമെന്റിന് ചുമതല ഉണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പോലീസ് പ്രാപ്തരല്ലെങ്കിൽ അവരെ അതിന് പ്രാപ്തരാക്കി നിർത്താൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണെന്ന ആ കർത്തവ്യം മറന്നുകൊണ്ട് നിയമസഭയിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അല്പം ചുണ്ടിക്കാരനാണ്, എന്താ പറയേണ്ടത്, ചിന്താവിഷ്ടയായ സീത എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം 24 മണിക്കൂർ അദ്ദേഹത്തിന് ഗൗരവമാണ്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടുത്തെ പോലീസിന്റെ നയങ്ങളെ ഞങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അത്ര ലാഘവമായിട്ട് ആ പ്രശ്നത്തെ കാണരുത്. പിന്നെ അങ്ങ് പറഞ്ഞത് പോളിസി ചേഞ്ച്, എല്ലാ കാലത്തും വേണ്ടി പോളിസി ചേഞ്ച് എന്ന് പറയുന്നത് ഭരണം കയ്യിൽ കിട്ടിയാൽ മാത്രമേ പോളിസി ചേഞ്ച്, അതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണം കിട്ടിയാലേ പോളിസി ചേഞ്ച്. 5 വർഷം ഇപ്പൊ ശരശൈലിയിൽ കിടക്കുന്ന അച്യുതാനന്ദനോട് മുഖ്യമന്ത്രിയായിരുന്നപ്പോ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. തിരമാലകൾ ബക്കറ്റിൽ കോരിക്കഴിഞ്ഞാൽ അതൊന്നുമല്ലെന്ന് അച്യുതാനന്ദനെ ഓർമ്മിപ്പിച്ച വ്യക്തിയാണെന്ന് ആലോചിക്കണം. അപ്പൊ ഈ പോളിസി ചേഞ്ചും കാലോചിതമായ മാറ്റവും CPM തീരുമാനിക്കുന്നതാണ് കേരളത്തിലെ എന്നുള്ളത് കേരളത്തിലെ 3,40,00,000 ജനങ്ങളുടെ മാനസികമായ ഒരു തയ്യാറെടുപ്പിന്റെ പ്രതിഫലനമല്ലാതെ CPM എന്ന് പറയുന്ന പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് CPM-ന് തോന്നുന്ന സമയത്ത് കാലോചിതമായ മാറ്റവും അതുമാതിരി തന്നെ നമുക്ക് ഇത്തരം നയങ്ങൾ തിരുത്തണമെന്ന് തോന്നുന്ന വഴി എന്താ ഉണ്ടായിരിക്കുന്നതെന്ന് താങ്കൾക്ക് അറിയോ? കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്നൊരു ദുഷ്പേര് അടുത്ത 100 വർഷത്തേക്ക് മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ചാപ്പ കേരളത്തിന് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ CPM എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ് ഉത്തരവാദി എന്ന കാര്യം താങ്കൾ മറക്കരുത്. നിങ്ങളൊക്കെ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ചേർന്ന് നിന്നിട്ട് അതിനപ്പുറം ഇപ്പോ കട്ടി 21 MLA-മാരുള്ള CPI-യുടെ നയങ്ങൾ എങ്ങനെയാ മാറുന്നത്? AKG സെന്ററിലേക്ക് ഒരു മീറ്റിംഗിന് വിളിക്കുന്നു, അടച്ചിട്ട മുറിയിൽ ഒരു ടവർ ബോൾട്ട് ഇട്ടുകൊണ്ട് ഒരു മീറ്റിംഗ് ബിനോയ് വിശ്വമായാലും കാന രാജേന്ദ്രനായി നടക്കുന്നു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി AKG സെന്ററിന്റെ പടിക്കൽ വെക്കുകയാണെന്ന് മാധ്യമങ്ങളോട് പറയുന്നു. ഞങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, ഞങ്ങളുടെ നയം തിരുത്തിയാണ്. വിരട്ടലായിരിക്കും, അല്ലെങ്കിൽ ഇന്നവ അയക്കെന്ന് പറഞ്ഞ് വിരട്ടിയതായിരിക്കും, വിരട്ടി പറയിപ്പിക്കുന്നതായിരിക്കും. എന്തോ അതിനുള്ളിൽ നടക്കുന്നത് എന്തോ ആവട്ടെ. അവിടുന്ന് കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടി പുറത്തേക്ക് വരുന്നതോടുകൂടി 21 MLA-മാരുള്ള ഇടതുപക്ഷത്തിലെ ഏറ്റവും വലിയ കക്ഷിയുടെ ബാക്കിയുള്ള കക്ഷികളുടെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് ഇവിടെ പാണ്ഡ്യാല ഷാജി, MK ഹരിദാസും ഉല്ലാസ് ബാബുവും നമ്മുടെ അനിൽ നമ്പ്യാരും പറയുന്നതിനെ ശരിയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അതിനപ്പുറമുള്ള ഒരു ന്യായീകരണവും താങ്കളുടെ ഈ ന്യായീകരണം താങ്കൾ ന്യായീകരിച്ചതിനെ ഞാൻ കാണുന്നത് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂട്ടാണ്. പിന്നെ താങ്കൾ പറഞ്ഞു പിണറായി വിജയനെ പറ്റിയിട്ട് കുഞ്ഞനന്തൻ നായർ എഴുതി. ഞാൻ കുഞ്ഞനന്തൻ നായരുടെ പുസ്തകം ഇതുവരെ വായിച്ചിട്ടില്ല. പലരും ചർച്ചകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. വായിക്കണം, തീർച്ചയായിട്ടും വായിക്കണം. ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ പുസ്തകം പുറത്തേക്ക് ഇറങ്ങുമ്പോ കുഞ്ഞനന്തൻ നായരും ജീവിച്ചിരിപ്പുണ്ട്, പിണറായി വിജയനും ജീവിച്ചിരിപ്പുണ്ട്. കേരളത്തിലെ ഏറ്റവും ശക്തനായ CPM-ന്റെ സമുന്നതനായ നേതാവിനെതിരെ അദ്ദേഹം ഭയങ്കര ഭീരുവാണെന്ന് പറഞ്ഞ് അദ്ദേഹം നിരത്തിയ തെളിവുകൾ തെറ്റായിരുന്നുവെങ്കിൽ ഒരു മാനനഷ്ട കേസിന് ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കേണ്ട പ്രാഥമികമായ ചുമതലയില്ലേ ശ്രീ ബലദേവ്? അതുപോലും ചെയ്യാതെ അങ്ങനെയാണ് സ്വപ്ന സുരേഷിനെതിരെ 100 വക്കീൽ നോട്ടീസ് അയക്കേണ്ടതല്ലേ? സ്വപ്ന സുരേഷിനെ വിടട്ടെ. അതായത് വടിവാളുകളും കുന്തങ്ങളും തട്ടി മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം കോളേജിൽ പോയിരിക്കുന്നത്.
ആ വിഷയം മറ്റേ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുള്ള വിഷയമല്ല ഇത്. ഇരട്ടച്ചങ്കാണ് എനിക്ക്. അദ്ദേഹം അത്രയും അതായത് കോളേജിൽ പോകാൻ പോലും ആ സമയത്ത് അതുമാതിരി തന്നെ രണ്ട് കൈകളും കൂട്ടിയിടിക്കാതെ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് ശത്രുവിനെ അവിടെ തുരത്തിയ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ധൈര്യം ഒന്നുമല്ലെന്ന് ഒരു വ്യക്തി പുസ്തകം വഴി എഴുതിയെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടിയെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് അയക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പാണ്ഡ്യാല ഷാജി തുടക്കത്തിൽ റബ്കോയ്ക്ക് 10 കോടി രൂപ ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതിന്റെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ചർച്ചയുമായി ബന്ധമില്ലാത്തൊരു കാര്യം പറയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം റബ്കോയ്ക്ക് 240 കോടി രൂപ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി കടം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പലിശ എത്രയാണ്, അതിൽ എന്തെങ്കിലും തിരിച്ചടവ് വന്നു എന്ന് ചോദിച്ചപ്പോ സംസ്ഥാനത്തിന്റെ 9 വകുപ്പുകൾക്ക് അതേക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിവരാവകാശ മറുപടി കിട്ടിയ വ്യക്തിയാണ് ഞാൻ. എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉദ്ധരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുണ്ടുത്തരം അവരുടെ മാർക്കറ്റ് ഫെഡിന് കൊടുത്തു 25 കോടി രൂപ ഇതേ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി നിങ്ങൾക്കും ഇരിക്കട്ടെ. അപ്പൊ പിന്നെ അവരും മിണ്ടില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ജനാധിപത്യപരമായ കാര്യങ്ങൾ പോകുന്നത് എന്നിരിക്കെ ഞാൻ എന്റെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത ഒരു പോലീസും അതിനൊരു ആഭ്യന്തര വകുപ്പും ഉണ്ടെങ്കിൽ നല്ലത് എന്താണെന്ന് അറിയോ? ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ല എന്ന നിലയ്ക്ക് അദ്ദേഹം മാറി നിൽക്കണം. കാരണം സഖാക്കൾക്ക് ഇവിടെ പോലീസ് സ്റ്റേഷൻ സ്വന്തമായിട്ടുണ്ട്, കോടതി സ്വന്തമായിട്ടുണ്ട്. അവർക്ക് അവിടുന്ന് നീതി ലഭിക്കും. പോലീസിൽ നിന്ന് കിട്ടേണ്ട സേവനം അവിടുന്ന് കിട്ടും. സാധാരണക്കാരന് ഒരു പെറ്റീഷനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ സബ് ഇൻസ്പെക്ടർ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ തന്നെ കുടിച്ചിട്ടോ ഇരിക്കുന്ന ഒരു അവസ്ഥ കാണുക, അതുമാതിരി തന്നെ പോലീസുകാർ തമ്മിൽ തല്ലുന്ന പോലീസ് സ്റ്റേഷൻ ആവുക, അതല്ല ജനങ്ങൾ നികുതി കൊടുക്കുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ ഒരു കാര്യത്തിനും കൂടി ഒരൊറ്റ വരിയിൽ ഒരു മറുപടി പറയട്ടെ. ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് കൈക്കൂലി വാങ്ങുന്ന മാസപ്പടി വാങ്ങുന്ന പോലീസുകാരുടെ കൂട്ടത്തിലേക്ക് ഈയിടെ എന്നോട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ പറഞ്ഞ സംഗതിയാണ്, ഒരു പുതിയ സർക്കിളേമാൻ ആ പോലീസ് സ്റ്റേഷന്റെ ചാർജ് എടുത്തു. അപ്പൊ അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന വ്യക്തിയാണെന്നുള്ള ഖ്യാതി പരന്നിട്ടാണ് അദ്ദേഹം പുതിയ സ്ഥലത്ത് ചാർജ് എടുക്കുന്നത്. പക്ഷെ അദ്ദേഹം അത്തരക്കാരനല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തൊരു അബ്കാരിയോട്, അതായത് ആദ്യം തന്നെ അബ്കാരികൾ വന്നിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കവറൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ കേരളത്തില് അനാദി മധ്യാന്ത കാലം തൊട്ടിട്ടുണ്ട്. അപ്പൊ ആ കവർ കൊടുത്തപ്പോൾ പറഞ്ഞിട്ട് നിങ്ങളിത് എനിക്ക് തരണ്ട, നിങ്ങൾ തൊട്ടടുത്ത പെട്രോൾ പമ്പിലെ നമ്മുടെ ഇവിടുത്തെ കുടിശ്ശിക തീർക്കാത്ത കാരണം പെട്രോൾ കിട്ടണില്ല, നിങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തോളൂ. അപ്പൊ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ വരെ ചൂഷണം ചെയ്തുകൊണ്ട് കൈക്കൂലി മേടിക്കാനും ആ പെട്രോൾ പമ്പിൽ പോയിട്ട് ആ കവർ തിരിച്ചു മേടിക്കാനും പ്രാപ്തരായ പോലീസുകാരെ ഇവിടുത്തെ ജനങ്ങൾക്ക് ശുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങാനും അതുമാതിരി തന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഇറങ്ങി നടക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്.